ആക്ച്വലി ലൈവ് കട്ടായിപ്പോയതാണ്. ഇതെങ്ങനെയുണ്ട് കല്ലാസിലെ? മുന്നേ എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്, എൻ്റെ ഡാഡിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ്, പക്ഷെ ഞാൻ ഇടൽ കുറവാണ്. ബട്ട് നൈസല്ലേ. അയ്യോ, അപ്പോൾ നേരത്തെ ലൈവില് എന്താ തോന്നിയ, എന്താ പറ്റിയത്? സീന ഞാൻ ചാർജ് തീർന്നു പോയതാണ് പ്രശ്നം. One minute. എനിക്കൊന്നു കുറച്ച് നേരത്തെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടോ തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് എൻ്റെ കയ്യിനെ കൊണ്ട് ചെയ്യട്ടെ. ഓക്കെ, വൺ ഐഡിയ, വേറൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താ ഐഡിയ? ഓക്കെ, സെറം, ഹെയർ സെറം ഉണ്ടല്ലോ, ഹെയർ സെറം എടുത്തിട്ട് ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നു. എനിക്കൊന്ന് ഉറങ്ങണം, ഇത് സെറ്റാക്കിയിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. 1 minute ഒന്ന് ഞാൻ എൻ്റെ സെറം എടുത്ത് വരട്ടെ.
നോക്കിയപ്പോൾ സെറം കിട്ടിയിട്ടില്ല. സെറം എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടെ 2 സെറം ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഹെയർ സെറം ആയിരുന്നു, എൻ്റെ വൺ ഓഫ് മൈ ഹെയർ സെറം. പക്ഷെ ഇത് തീരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളമായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ വേറൊരു ഹെയർ സെറം, 2 ഹെയർ സെറം ഉണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്. Hey Abdul Mohab. Hey Hemant. Hey Raj Vairavan. Raj Vairavan. ഹായ്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒന്നും വിചാരിക്കരുത്, ഞാൻ ചുമ്മാ ഒന്ന് എല്ലാവരും ഇങ്ങനെ ഹായ് ഞാനിവിടെ എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. സോ എനിക്ക് എൻ്റെ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് തുടങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് എൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായുള്ള സംഭവമാണ് ചെയ്യാൻ സംഭവം. എനിക്ക് തന്നെ എനിക്ക് ബോറടിയാണ് ഈ സാധനം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഹെയറിൻ്റെ കോംബ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവി റിലീസ് എപ്പോൾ, ഡേറ്റ് ഞാൻ കൺഫേം ചെയ്തില്ല. ഇറ്റ്സ് തമിഴ് മൂവിയാണ്. എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി ആയിരിക്കും അത് മേ ബി നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ടാവും. അങ്ങനെ അതാണ് പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ച കുറച്ച് മൂവീസ് ഉണ്ട്, അതൊക്കെ റിലീസ് ആവുമായിരിക്കുന്നല്ല ആവും. ബട്ട് ഡേറ്റ് കിട്ടിയിട്ടില്ല. ഉറങ്ങണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു ഡു മൈ ഹെയർ കെയർ, സ്കിൻ കെയർ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറങ്ങാതെ നിൽക്കണേ. മീൻസ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനാണ് ഇതൊക്കെ. ഉറങ്ങണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഇത് എന്തൊക്കെ ചെയ്യണം ഉറങ്ങണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടണ്ടെങ്കിൽ ഹെയർ സെറ്റാക്കി പിന്നിട്ടിട്ട് കെട്ടി വെക്കണം. ദെൻ ഫേസ് വാഷ് ചെയ്ത് മുഖം സെറ്റാക്കണം. അല്ലെങ്കിൽ സം ഡേയ്സ് എല്ലാ ദിവസവും ഫേസ് വാഷ് ചെയ്യും. അതല്ലാതെ ചില ദിവസങ്ങളിൽ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും അങ്ങനെ ചില ദിവസങ്ങൾ ചെയ്യും. ഇന്ന് എന്തായാലും ചെയ്യണം, കാര്യം ഇന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉള്ള ദിവസം. അപ്പോൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. പിന്നെന്താണ്, പിന്നെ ബ്രഷ് ചെയ്യണം. ആ പരിപാടിക്കാണ് ബ്രഷിങ് കഴിഞ്ഞ സംഭവം. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു കുളിയുണ്ട്. ആ കുളിയും കുളിച്ചിട്ടാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ദൈവമേ. പക്ഷെ ഇപ്പം ആണെങ്കിൽ 1:30 1:30 ഇത്ര വേഗം സമയം പോകാൻ പാടില്ല ഒരു ദിവസം. പക്ഷെ ഇന്നാണ് കേട്ടോ ഇത്രയും ലേറ്റായത്. ഇന്നലെയൊക്കെ ഞാൻ പനിയെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ദിവസം ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങി. 10 മണിക്ക് കിടന്നുറങ്ങാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ 10 മണിക്ക് കിടന്നുറങ്ങിയിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. 10 മണിക്ക് കിടന്നിട്ടുണ്ടാവും, പക്ഷെ 11 മണിയായിട്ട് ഉറങ്ങാനായിട്ട്.
സോ അന്നാണ് ഞാനൊന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിയത്. അന്ന് എനിക്ക് ഷൂട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഒരു 7 മണി 6 മണിയാകുമ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അധികം ലേറ്റൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോട് അവിടെയുള്ള എല്ലാവരോടും സംസാരിച്ച് എല്ലാം കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ചുമ്മാ എല്ലാം കഴിയുമ്പോഴേക്കും ചുമ്മാ വർത്തമാനം പറഞ്ഞ് ചാടിച്ച് ചോറുന്ന് അങ്ങനെയെല്ലാം ആകുമ്പോഴേക്കും ടൈമാവും. ചോറല്ല കേട്ടോ, ആക്ച്വലി ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഫുഡാണ്. അതിൽ കഞ്ഞി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാൻ ചപ്പാത്തി ഒന്ന് തിന്നും. പിന്നെന്താ, പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കും. പിന്നെ എല്ലാത്തിൽ നിന്ന് ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ലാസ്റ്റ് കഞ്ഞി കുടിക്കും കുറച്ച്. ഇതാണ് ഡിന്നർ ഉണ്ടായിരുന്നത്. സോ ബോറടിക്കണവരൊക്കെ പോയിക്കോട്ടോ. ഞാനിവിടെ എൻ്റെ ഈ പണി കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്തായാലും ഉറങ്ങാനുള്ളവരൊക്കെ ഉറങ്ങിക്കോ. എനിക്കിന്ന് ഞാൻ ഇന്ന് നല്ലോണം ഇന്നല്ല എനിക്ക് പൊതുവെ ചില ദിവസങ്ങളിൽ നല്ലോണം സംസാരിക്കാൻ ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ ചില ദിവസങ്ങൾ ഡിപ്പെൻസ്, ഓരോ ദിവസങ്ങൾ പോലെ. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് നല്ലോണം സംസാരിക്കാനൊരു മൂടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ പരിപാടി. ഇന്ന് പിന്നെ അവിടുന്ന് ഇവിടെ വരെ സംസാരമായിരുന്നു. എനിക്കാണെങ്കിൽ ആ ചോര ഇറങ്ങുന്ന സമയത്ത് വോമിറ്റിങ് വന്നായിരുന്നു. ഒന്നുമില്ല, ചോര ഇറങ്ങുന്നത് ഭയങ്കര തലവേദനയല്ലേ, എനിക്കിഷ്ടമല്ല. പക്ഷെ വാഗമൺ പോണ സമയത്ത് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ വരുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലായില്ല, പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒന്ന് ഞാനിതാ എൻ്റെ ഹെയർ ഒന്നിങ്ങനെ കോംബ് ചെയ്ത് സെറ്റാക്കിയിട്ട് വരുന്നുണ്ട്. സോ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ ഹെയർ സീൻസിനനുസരിച്ചിട്ട് ഇങ്ങനെ അഴിച്ചിടേണ്ട സീൻ ഉണ്ടാവും, പിന്നെ കെട്ടി വെക്കേണ്ട സീൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഇതാവും, എന്താ പറയുക, ഇങ്ങനെ കൂട്ടി ഇതാവും. അപ്പോൾ അതാണ് പ്രശ്നം. ഇങ്ങനെ ഹെയർ ഇങ്ങനെ കെട്ടി വീഴാൻ ഇങ്ങനെ ചാൻസ് വന്ന കാര്യം ഇതാണ്. പിന്നെ ഓരോരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയും ചെയ്യല്ലോ, അതാണ് പ്രശ്നം. ആ ഒരു സീനാണ്. സോ എൻ്റെ ഏറ്റവും വലിയ ടൈം ഞാൻ ഈ ഹെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവും. ഇപ്പം എത്ര സമയം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും വരെ കഴിയാന്നിങ്ങനെ കഴിഞ്ഞില്ല. പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാണ്ടൊക്കെ അടക്കാൻ പറ്റില്ല.
ഓൾമോസ്റ്റ് സെറ്റായി കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇന്ന് എൻ്റെ സെറം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അമ്മ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നു സെറം. അല്ലെങ്കിൽ അമ്മ എവിടെയോ എൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട്. ഔട്ട്ഫിറ്റ് എന്താണ്, ഞാൻ വരുന്ന വഴിക്ക് കിട്ടിയ ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ എടുത്തിടുക, ആ ഒരു സീനേ ഉള്ളൂ. എനിക്ക് വേഗം ഒന്ന് എൻ്റെ ഇവിടെ എത്തിയിട്ട് ഒന്ന് കിടന്നുറങ്ങണം. കിടന്നുറങ്ങണം മീൻസ് ഒന്ന് മനസ്സമാധാനം കിട്ടുമല്ലോ. മനസ്സമാധാനമൊന്നുമില്ല, അങ്ങനെയല്ല, നമ്മളെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്ത് പാക്കൊക്കെ ചെയ്ത് വരുമ്പോൾ കിട്ടിയ ഡ്രസ്സ് ഞാൻ നോർമലി എപ്പോഴും ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്, എപ്പോഴും ഇട്ട ഡ്രസ്സ് തന്നെയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിടുന്ന സെയിം ഡ്രസ്സ് തന്നെയാണ് ഈ ഡ്രസ്സ്. ഇതാണ് എൻ്റെ ഇന്ന് വരുമ്പോൾ ഇട്ടത്. ഇത് തന്നെ ഒരു ഷർട്ട്, എൻ്റെ ഫേവറേറ്റ് ഒരു ബ്ലാക്ക് ഷർട്ടും, ആ ഷർട്ടും ഇതും പാൻറ്റും ഇട്ടു. പിന്നെ ഒരു ഷർട്ട് എക്സ്ട്രാ കയ്യിലെടുത്തു, കാര്യം തണുക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെ അറിയുന്നതുകൊണ്ട് ഞാൻ എടുത്തു. ബട്ട് ഞാൻ അതിനെ കൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടായില്ല, തണുപ്പൊന്നും വന്നില്ല. തലയിൽ കൂടെ അങ്ങ് പൊതിച്ചു, ചെവിയൊക്കെ ഇങ്ങനെ കവർ ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം കുറച്ചൊന്ന് സോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇത്. അപ്പോൾ ഇത് ട്രാവലിൻ്റെ സമയത്ത് ഭയങ്കര കംഫർട്ടബിളായി ഈ ഇത്. സോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒരു അൺകംഫർട്ടബിളും ഇല്ലാതൊരു പാൻറ്. സോ അതുകൊണ്ടാണ് ഇതിട്ടത്. ട്രാവലിംഗ് ടൈം എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പ്. എൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. സോ എന്താ ചെയ്യാനാണ്, what to do. എൻ്റെ കയ്യിൽ മെഡിസിൻസ് ഉണ്ട്. എൻ്റെ മുടി സെറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ്, മതി. നിങ്ങളൊക്കെ ബോധം കെട്ടിട്ടുണ്ടാവും എൻ്റെ മുടി കോമ്പ് ചെയ്തിട്ട്. നിങ്ങളൊക്കെ മുടി ചെയ്യുന്നത് ടക്ക് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ മുടിയൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഞാൻ എത്ര ടൈം എടുത്തേക്കണേ ഈ ലൈവില് ഫുൾ ആമ്പിളരായതുകൊണ്ട്. എല്ലാവർക്കും മുടിയാണെങ്കിൽ അത്രയും ഉണ്ടല്ലോ ഉണ്ടോ, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. സ്ട്രെയിറ്റ് ഹെയർസിന് ഇത്ര വലിയ പ്രശ്നമില്ല കേട്ടോ, എനിക്കൊന്നും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. കേളി ഹെയറിൻ്റെ കാര്യം, കേളി ഹെയറിൻ്റെ സിസ്റ്റേഴ്സ് ഉള്ളവർക്കും മനസ്സിലാവും, വീട്ടിൽ കേളി ഹെയർ ഉള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഈ പ്രശ്നം. ഹായ് 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 ഹായ്. സ്റ്റക്കായിട്ടുണ്ടോ? വേറെ അങ്ങനെ മുടി സെറ്റായി. യെസ്, എൻ്റെ മുടി സെറ്റായിട്ടുണ്ട്.
ഗൈസ് നോക്ക് മീൻസ് എനിക്ക് എന്താ പറയുക, ഒന്നുമില്ല, ഇത് വലിയ പ്രശ്നമാണ്. എൻ്റെ മുടി സെറ്റാക്കുകയെന്ന് വെച്ചാൽ റെഡ് മീൻസ് അയ്യോ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ നിന്ന് ഞാൻ കൈയെടുക്കുകയാണ്. ഞാനൊന്ന് എഫക്റ്റ് ഇട്ട് നോക്കട്ടെ, എങ്ങനെയുണ്ട് എൻ്റെ എഫക്റ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പ്രേതത്തിൻ്റെ എഫക്റ്റ് ഇട്ടാലോ? എഫക്റ്റ് കൊള്ളാല്ലേ? എൻ്റെ കണ്ണിൻ്റെ ലെൻസാണ് കേട്ടോ ഇന്ന് ഇട്ടേക്കണേ. സോ ഇന്ന് ഞാൻ എഫക്റ്റ് ഇടുവാണെങ്കിലും ലെൻസ് ഒറിജിനലാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇത് ഒരു എന്താ പറയുക, വെളുത്തിട്ടുള്ളൊരു ഫിൽറ്റർ. പക്ഷെ എനിക്ക് വെളുപ്പ് വേണമെന്നില്ല. ദെൻ ഇത് ആക്ച്വലി ഇറ്റ്സ് എ സെറം ബോട്ടിലാണ്. ബട്ട് ഇത് ഞാനിത് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത്. കാര്യം സെറം കാണുന്നില്ല. സെറം അമ്മ എവിടെയോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അമ്മയുടെ കയ്യിലാണ് ലാസ്റ്റ് ഞാൻ കണ്ടത്. So guys, വേണ്ട, മതി വിത്തൗട്ട് ഫിൽറ്റർ. എനിക്കൊരു 1:30 ലൈവ് വന്നതാണോ പ്രശ്നമായത്, എനിക്ക് മനസ്സിലാവണില്ല. പ്രശ്നം മീൻസ് ഞാൻ ആക്ച്വലി ലൈവിൽ വന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യാറ്. സോ എനിക്കിതിന് റിപ്ലൈ കൊടുക്കാൻ വയ്യ. ഓൾറെഡി കുറേ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. സോ ഇതിന് റിപ്ലൈ കൊടുക്കാൻ വയ്യ. സോ ഓൾറെഡി ഞാൻ എല്ലാ ലൈവിലും വന്നിട്ട് പറയാറുണ്ട്. സോ എനിക്കിന്നും പറയാൻ വയ്യ. ഞാൻ ഓൾറെഡി ടയർഡാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ലൈവ് വന്നത്. സോ ഞാൻ ആദ്യം എല്ലാ ലൈവിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ അറിയാതെ കുറേ ലൈക്ക് ഇപ്പോൾ ന്യൂ ആൾക്കാർ വരുമ്പോൾ എനിക്കറിയാം അവരെ എന്താണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ദേഷ്യം പിടിക്കുക ആ പരിപാടി എപ്പോഴും ഇഷ്ടമല്ല. എനിക്ക് വയ്യ ദേഷ്യം പിടിക്കാൻ. സോ എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. സോ ഗൈസ്, എൻ്റെ മുടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുടി പിന്നിടുന്നു. ദെൻ ഫേസ് വാഷ്, ദെൻ ബ്രഷ് ചെയ്യും. പിന്നെന്താ ബ്രഷ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് മുടി കെട്ടുന്നു, കുളിക്കുന്നു എന്ന് പറഞ്ഞത്. ഹോളിയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ആഘോഷിച്ചോ? ഞാനത് പറയാൻ വിട്ടുപോയി. എനിക്കിന്ന് ഹോളിന്ന് കുറച്ച് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാര്യം ഞാൻ ഷൂട്ടിലായതുകൊണ്ട് ഹോളിയുടെ ഡേറ്റ് എപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നാണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ മനസ്സിലായി ഇന്നാണ് ഹോളി. സോ
നിങ്ങളുടെ ഹോളി വിശേഷം എന്താണ് ഓക്കെ. എനിക്ക് തോന്നുന്നു ചിലർ ഹോളി ആഘോഷമുണ്ടാവും. പിന്നെ നാളെയും മറ്റന്നാളും ഹോളി സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. ഐ തിങ്ക് സോ. ഞാനെന്തായാലും എൻ്റെ ഹോളി ഇതുവരെ ഞാൻ ആഘോഷിച്ചിട്ടില്ല. ചെറിയൊരു ഇതുപോലെ ഒരു പ്രാവശ്യം ഇനിയൊരു മൂവി ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മൂവി ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു ഹോളി സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഹോളി സെലിബ്രേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഹോളി സെലിബ്രേഷൻ്റെ ദിവസം തന്നെ എനിക്ക് എന്തെങ്കിലുമായിട്ട് പ്രശ്നങ്ങൾ മീൻസ് കഴിഞ്ഞ ഹോളിയുടെ സമയത്ത് എന്തോ ഒരു ഇതുമായിട്ട് ക്യാൻസലായി ഹോളി സെലിബ്രേഷൻ. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നത്തെ കാര്യം പോയി. സോ യെസ്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ മുടിയൊക്കെ പിന്നിട്ട് സെറ്റായിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ബൈ, ഗുഡ് നൈറ്റ്.